എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, കുറേ നാളായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്, ഇത് സംശയമാണ് കേട്ടോ. നമുക്ക് ഈ അടുത്ത സമയത്ത് ഏതൊരു എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ദൃശ്യമുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ആരെയോ കാണാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ഉയർത്തി പൊന്തിച്ച് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അതൊരു തവണയൊന്നല്ല, 2-3 തവണ ഇങ്ങനെ കൈ ഉയർത്തി, എടോ ഞാൻ അവിടെ ഉണ്ടോ എന്ന് പറയില്ലേ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വരുമ്പോൾ എടാ ഞാൻ അവിടെ ഉണ്ട് എന്ന് ഉറക്കം ഇങ്ങനെ കാണിക്കില്ല. എടാ ഞാൻ ഈ ഭാഗത്താണ്, ഇത് അവിടെ എത്തി എന്നൊക്കെ പറയില്ലേ. ഇത് പറയുക നമ്മൾ ആരോടായിരിക്കും? ഒരു ഉറ്റ സുഹൃത്തിനോടായിരിക്കും. അത്രയ്ക്കധികം ആത്മബന്ധമുള്ള ആളുകളായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ കൈ കാണിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ജസ്റ്ററൊക്കെ വരിക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൈ കാണിച്ചു വരുന്ന സമയത്ത് ഇത് ആരോടാണ് അപ്പൊ ഈ കൈ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ, ഇങ്ങേ തലക്കിൽ ആരാണ് എന്ന് അറിയാനുള്ള കൺഫ്യൂഷൻ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങളും കണ്ടിട്ടുണ്ട്, അത് നമ്മുടെ പിഷാരടിയാണ്. ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചു നോക്കി കേട്ടോ, എന്തുവാണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇതെന്തുവാ ഇത് എന്നെ സൗഹൃദമാണ്. പിഷാരടി ഇവിടെ കിടക്കുന്നു, മമ്മൂട്ടി ഇവിടെ കിടക്കുന്നു. ഒരു സിനിമ എങ്ങാണ്ട് പിഷാരടി മമ്മൂട്ടിയോടൊപ്പം സമരം ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതിയൊരു ഒറ്റ സിനിമ പോലും കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സൗഹൃദത്തിന്റെ പേരിൽ വേണമെങ്കിൽ പിഷാരടിക്ക് മമ്മൂട്ടിയെ ചൂഷണം ചെയ്യാം. ഈ സൗഹൃദത്തിന്റെ പേരിൽ മമ്മൂട്ടിയെ ചൂഷണം ചെയ്യാം. എങ്ങനെ ചൂഷണം ചെയ്യാം? പുതിയ സിനിമ ഓൺ ചെയ്യിക്കാം. ഇയാൾ തന്നെ സംവിധാനം കഴിഞ്ഞാൽ പുതിയ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കാൻ പറയും. ഒരു സൗഹൃദത്തിന്റെ പേര് ഒരു പക്ഷേ മമ്മൂട്ടി പറഞ്ഞതൊക്കെ വരും. അതോടുകൂടി ആ ഒരു സൗഹൃദം നിൽക്കുമോ ഇല്ലോ എന്ന് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ അത് പിഷാരടി അത് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഇടയിലാണ് ഇവരെ സൗഹൃദത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചൂഷണം ചെയ്യാൻ രണ്ടുപേരും നിൽക്കുന്നില്ല. അപ്പോ ഇതിങ്ങനെ കൈപ്പൊക്കി കാണിക്കുമ്പോഴൊക്കെ മമ്മൂക്കയുടെ എൻട്രി കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായത്, എന്താണ് ഇവരുടെ ബന്ധത്തിന്റെ ഒരു അന്തസത്ത? ഇനി പിഷാരടി മമ്മൂട്ടിയുടെ കൂടെ ജോലി ചെയ്യുകയാണോ? മമ്മൂട്ടിക്ക് ഒരു സഹായിയായിട്ട് അല്ലേ ഒപ്പം കൂടിക്കുകയാണ്. പിഷാരടി അത്യാവശ്യം നല്ലൊരു വിവരമുള്ള മനുഷ്യനാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യനാണ്. മമ്മൂക്ക വേണമെങ്കിൽ അയാളൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാം. ഇടതുപക്ഷ ചിന്താധികാരണം മമ്മൂക്ക എല്ലാവർക്കും അറിയുന്നതാണ്. പിഷാരടി പക്കാ വലതുപക്ഷമാണ്, കോൺഗ്രസ്സുകാരനാണ്, ഒരു സംശയമില്ല. പക്ക വലതുപക്ഷമാണ്. വലതുപക്ഷ ചിന്താഗതിയിൽ അദ്ദേഹം എവിടെ വന്നിട്ടും ഉറക്കെ വിളിച്ചു പറയാറുള്ളൂ. എന്നിട്ടും അവരെ സൗഹൃദത്തിന് ഈ രാഷ്ട്രീയമൊന്നും, അല്ലെങ്കിൽ സൗഹൃദത്തിന് രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല. എന്തായാലും മമ്മൂക്കയുടെ ജോലി ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒക്കെ ഒരു കൺഫ്യൂഷനാണ്, എത്ര ആയിരിക്കും ഇപ്പൊ മമ്മൂക്ക കൊടുക്കുന്നുണ്ടാവുക മാസത്തിൽ? ഈ വീഡിയോ എങ്ങനെ എൻ്റെ പിഷാരടി ചേട്ടൻ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. നിങ്ങൾക്ക് എത്ര തരണേ? ശമ്പളത്തിനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്ര ശമ്പളത്തിനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സൗഹൃദം ഉണ്ടാവില്ല. അതുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. ശമ്പളത്തിനാണ് പിഷാരടി വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൈ കാണിക്കുന്ന സൗഹൃദം ഉണ്ടാവില്ല. അവിടെ ഒരു പ്രൊഫഷണലിസം കയറി വരും. കാരണം അയാളൊരു ജോലിക്കാരനാണല്ലോ. അപ്പൊ പിന്നെ ഈ സൗഹൃദം നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിഷാരടി ശമ്പളത്തിന് വർക്ക് ചെയ്യല്ല. ഇനിയിപ്പോൾ എത്ര ശമ്പളം എന്നുള്ള ചോദ്യവുമായിട്ട് ആരും വരണ്ട. എന്തായാലും ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് എഴുതി തരണേ. ഒന്നുകൂടി ഉണ്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരൊക്കെ നല്ല പച്ചത്തെറി വിളിക്കാറുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അതിന്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കണം. എൻ്റെ ഒരു കൺഫ്യൂഷന്റെ പുറത്ത് മാത്രം ഞാൻ പറഞ്ഞാണ്, എന്താണ് ഇവരെ സൗഹൃദത്തിന്റെ ഒരു അന്തസത്ത എന്നൊക്കെ പറയില്ലേ, എന്തായിരിക്കാം ഇങ്ങനെയൊക്കെ സൗഹൃദങ്ങളൊക്കെ? മമ്മൂട്ടിക്ക് അപാരമായ സൗഹൃദമുണ്ട്, കുഞ്ചനയുമായിട്ടൊക്കെ അപാരമായ സൗഹൃദമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കാലഘട്ടത്തിൽ മരിച്ചുപോയ മുരളി എന്ന് പറയുന്ന നടനുമായിട്ട് അപാരമായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ മനോജ് കെ ജയൻ, അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിനൊരു വേവ് ലെങ്ത് ഉണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വേവ് ലെങ്ത്തിനനുസരിച്ച് നിൽക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ മമ്മൂട്ടിയുടെ നല്ല സൗഹൃദത്തിൽപ്പെടും. എൻ്റെ അത്ഭുതം, ഞാൻ പിന്നെ ആലോചിക്കുന്നതാണ്, പിഷാരടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചിട്ടാണ്, ഒരു മഹാഭാഗ്യത്തെക്കുറിച്ചിട്ടാണ്. കാരണം വളരെയധികം അപ്ഡേറ്റഡ് ആയ, ഇന്ത്യൻ സിനിമയിൽ ഒരു നമ്പർ 1 ആയിട്ടുള്ള, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ക്യാരക്ടറിൻ്റെ കാര്യത്തിലും ടെമ്പർമെൻ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെല്ലാവരും ഒരു റോൾ മോഡലാക്കി കൊണ്ടു നടക്കുന്ന, ഒരു ഫാമിലി മാൻ എന്ന നിലയ്ക്കൊക്കെ നമുക്ക് എല്ലാവർക്കും റോൾ മോഡലാക്കി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുക, അദ്ദേഹത്തോടൊപ്പം എല്ലാ സ്ഥലത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കുക. വാട്ട് എ ലൈഫ്! ഞാനത് ആലോചിക്കുന്നു, വാട്ട് എ ലൈഫ്! പിഷാരടി ഹോൾഡ് ചെയ്യുന്ന ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു സുന്ദരമായ ലൈഫാന്ന് ആലോചിച്ച് നോക്കി അല്ലേ?
അസൂയ കൊണ്ട് ചെയ്താണേ, വേറെ ഒന്നല്ല. ബൈ.